أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ്, ഗുഹ. ഈ സൂറത്തിലെ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഫവജദ, അവർ രണ്ടുപേരും അവിടെ കണ്ടു. അബ്ദൻ, ഒരടിമയെ, മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ അവർ രണ്ടുപേരും അവിടെ കണ്ടു. ആത്തൈനാഹു, നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, റഹ്മത്ത മിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം. നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വഅല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മിൻ ലദുന്ന ഇൽമ, നമ്മുടെ അടുക്കൽ നിന്നുള്ള അറിവ്, നമ്മുടെ അടുക്കൽ നിന്നുള്ള ജ്ഞാനം നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല ലഹു മൂസ, മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, ഹൽ അത്തബിയൊക്ക, ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെയോ, പിന്തുടരട്ടെയോ, അല അൻ തുഅല്ലമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, മിമ്മാ ഉല്ലിംത, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടത്, റുഷ്ദ, ജ്ഞാനം, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട സന്മാർഗജ്ഞാനത്തിൽ നിന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്തുടരട്ടെയോ. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നക്ക, തീർച്ചയായും നീ, ലൻ തസ്തതിയ, താങ്കൾക്ക് സാധ്യമല്ല, മഴിയ, എൻ്റെ കൂടെ സ്വബറ, ക്ഷമിച്ചു കഴിയാൻ, താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധ്യമല്ല. വ കൈഫ തസ്ബിറു, താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും, അലാ മാലം തുഹിത്ത് ബിഹി ഖുബറ, താങ്കൾക്ക് സൂക്ഷ്മമായിട്ട് വിവരം കിട്ടിയിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ, താങ്കൾക്ക് സൂക്ഷ്മമായി പഠിപ്പിച്ചിട്ടില്ലാത്ത, താങ്കൾക്ക് സൂക്ഷ്മമായി വിവരം ലഭിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കും. ഖാല, അപ്പം മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, സതജുദ്നി, താങ്കൾക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, സ്വാബിറൻ, ക്ഷമ കൈക്കൊള്ളുന്ന ആളായിട്ട്, ഇൻഷാ അല്ലാഹ്, താങ്കൾക്ക് എന്നെ ക്ഷമ കൈക്കൊള്ളുന്ന ആളായിട്ട് കാണാൻ കഴിയും. വല അഴസില കാമ്ര, ഞാൻ താങ്കളുടെ ഒരു കൽപ്പനക്കും എതിര് നിൽക്കില്ല. വല അഴസിലക്ക, ഞാൻ എതിര് നിൽക്കില്ല. അമ്ര, ഒരു കാര്യത്തിനും, താങ്കളുടെ ഒരു കാര്യത്തിനും ഞാൻ എതിരായി പ്രവർത്തിക്കില്ല. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൈൻ ഇത്തബഴത്തനി, താങ്കൾ എന്നെ പിന്തുടരുകയാണ് എങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒന്നിനെ പറ്റിയും എന്നോട് ചോദിക്കരുത്. താങ്കൾ എന്നെ പിന്തുടർന്ന് വരികയാണെങ്കിൽ ഒന്നിനെ പറ്റിയും താങ്കൾ എന്നോട് ചോദിക്കരുത്. ഹത്താ ഉഹദിസലക്ക,
ഞാൻ പറഞ്ഞു തരുന്നത് വരെ, ഞാൻ വിവരം നൽകുന്നത് വരെ, മിൻഹു അതിൽ നിന്ന്, ദിക്റ പാഠം അല്ലെങ്കിൽ വിവരം, ആ വിഷയത്തെ സംബന്ധിച്ച് അതിനെപ്പറ്റി ഞാൻ താങ്കൾക്ക് വിവരം പറഞ്ഞു തരുന്നത് വരെ താങ്കൾ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചില വിവരങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരാളെ തേടിപ്പോയത് അദ്ദേഹം ഹിളറാണ് എന്ന അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന് നൽകാത്ത മറ്റ് ചില അറിവുകൾ നൽകിയിട്ടുണ്ട്. ആ അറിവിൽ നിന്ന് പഠിക്കാനാണ് ഇദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെ അവർ കൊണ്ടുപോയ മത്സ്യം കൊട്ടയിൽ നിന്ന് ചാടിപ്പോയ ഒരു പാറക്കെട്ടിന് സമീപമുള്ള സ്ഥലത്ത് അവർ വീണ്ടും അവരുടെ കാൽപ്പാടുകളും അതേപോലെ മത്സ്യം നടന്നുപോയ വഴിയും ഒക്കെ നോക്കിയിട്ട് അവർ ചെന്ന് ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് വജദ അബദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അവരവിടെ എത്തിയപ്പോൾ നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരാളെ അവിടെ കണ്ടു. അദ്ദേഹത്തിന് നാം ഒരുപാട് റഹമത്തുകൾ, കാരുണ്യം നൽകിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അടുക്കൽ നിന്നുള്ള വേറെ കുറേ കാര്യങ്ങളും അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഈ ഇൽമ് പ്രത്യേക ഇൽമായിരുന്നു എന്നും ലദുന്നിയായ ഇൽമാണ് എന്നൊക്കെ സൂഫി ചിന്തകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വിവരങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന് അതുവരെ നൽകിയിട്ടില്ലാത്ത ചില വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായാലും മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് പറയണം, ഖാല ലഹു മൂസ ഹൽ അത്തബിയൊക്കെ അലാ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ. താങ്കൾക്ക് കിട്ടിയിട്ടുള്ള സന്മാർഗ ദർശനത്തിൽ നിന്ന് ഒരല്പം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അതിനുവേണ്ടി ഞാൻ താങ്കളെ കൂടെ പോരട്ടെ. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അവരുടെ സംസാരങ്ങൾ രണ്ടു കൂട്ടരും ഉണ്ടായിട്ടുള്ളത്. ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്ക് ഉണ്ടാകേണ്ട അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും വിനയവും ഒക്കെ മൂസ അലൈഹി ഇസ്ലാം ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ താങ്കളുടെ കൂടെ പോരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടല്ല ചെയ്യുന്നത്, ഞാൻ വരട്ടെ എന്ന് വളരെ നല്ല നിലക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് കേട്ടയാളാണ്, മനസ്സിലാക്കിയ ആളാണ്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ച ആളാണ് എന്ന് അദ്ദേഹത്തിന് ശരിക്കറിയാം. ആ നിലക്ക് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്, ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ താങ്കൾക്ക് കഴിയില്ല. അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. താങ്കൾക്ക് സൂക്ഷ്മമായ വിവരം ലഭിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെയാണ് ക്ഷമിച്ച് കഴിയാൻ സാധിക്കുക? അപ്പോൾ ഒരാൾക്ക് ഒരു വിവരമില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലാവാത്ത കാര്യം സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ക്ഷമിച്ച് എൻ്റെ കൂടെ നിന്ന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് എൻ്റെ കൂടെ തന്നെ വന്ന് കാര്യങ്ങൾ ആ നിലക്ക് ഉൾക്കൊള്ളാൻ താങ്കൾക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, ഖാല സതജിദ്നി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസീറക അംറ. താങ്കൾക്ക് എന്നെ ക്ഷമിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു കാര്യവും താങ്കൾക്കെതിരെ പ്രവർത്തിക്കില്ല. അപ്പോൾ അവർ തമ്മിലൊരു വ്യവസ്ഥ പറയാണ്. ഖാലയിൻ സാൽത്തുക ഖാല ഫൈൻ ഇത്തബഅതനി. താങ്കൾ എന്നെ പിൻപറ്റുകയാണ് എങ്കിൽ, പിന്തുടർന്ന് വരികയാണെങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യം സംബന്ധിച്ച് എന്നോട് ചോദിക്കരുത്. ഹത്താ ഉഹദിത ലക മിൻഹു ദിക്റ. ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നിന്നോട് പറഞ്ഞു തരുന്നത് വരെ. അപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താങ്കളുടെ കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് അതിന് ശേഷം മാത്രമേ താങ്കൾ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. ഈ ഹിളർ നബിയാണ് എന്ന വാദമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. അവർ പറയുന്നത് മൂസാ നബി ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു നബിയേക്കാൾ താഴ്ന്ന ഒരാളിലേക്ക് പോവുകയില്ലല്ലോ എന്നാണ്. നബിയേക്കാൾ താഴ്ന്ന ഒരാൾ എന്ന നിലക്കല്ല, നബിക്ക് നൽകാത്ത മറ്റ് ചില ഇൽമുകളുള്ള സ്ഥലത്ത് അതും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബിനെ പറഞ്ഞയച്ചു എന്നേ ഇതിനർത്ഥമാക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ നബി അല്ലാത്തയാൾ വിവരങ്ങൾ കൈമാറുക എന്ന് പറയുന്നത്
നബിക്ക് വിവരങ്ങൾ കൈമാറുക എന്ന് പറയുന്നത്, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ഒരു വഴിയിലൂടെയാണ് വരേണ്ടത് എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതും സ്വീകരിക്കാവുന്നത് തന്നെയാണ്. അദ്ദേഹം നബിയാണ് എന്ന് എവിടെയും പറയാത്തതുകൊണ്ട് നബിയാണ് എന്ന് നമ്മൾ തറപ്പിച്ച് പറയേണ്ടതില്ല എന്നർത്ഥം. പിന്നെ വിദ്യാർത്ഥി, ഒന്നും പഠിച്ചിട്ടില്ല വിദ്യാർത്ഥി ഉണ്ടാവും, ധാരാളം അറിവുകൾ നേടിയ, ധാരാളം സമർത്ഥനങ്ങളും നിരൂപണങ്ങളും കൈമുതലാക്കിയ വിദ്യാർത്ഥി ഉണ്ടാവും. ഈ ഗണത്തിൽപ്പെട്ട വിജ്ഞാന സമുദ്രങ്ങളായ പണ്ഡിതന്മാരിൽ നിന്ന് പല അറിവുകളും കൈവരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിരൂപണങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് ഗുരുനാഥന്മാർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും ഹിദർ പറയുന്നത്, വസ്തുതകളുടെ രഹസ്യജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത താങ്കൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളെ സഹിക്കാൻ ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. താങ്കൾ ചോദ്യം ചെയ്യാനും മുതിരും, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് എന്നെ പിൻപറ്റാൻ പ്രയാസം ഉണ്ടാകും എന്ന് ഹിദർ സൂചിപ്പിക്കാൻ കാരണവും ഇത് തന്നെയായിരിക്കും. ഏതായാലും വിജ്ഞാനം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വിവരം കിട്ടണോ ആ വിവരങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകാവുന്നതും പഠിക്കാവുന്നതും ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു ജ്ഞാനവും കൂടി കിട്ടണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഈ ഹിദറിൻ്റെ അടുത്തേക്ക്, അഥവാ ഈ വ്യക്തിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. നേർമാർഗത്തിൽ നിലകൊള്ളാനും സത്യത്തെ സത്യമായി അംഗീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.